പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഇന്നൊരു മീൻ പൊള്ളിച്ചതിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. വാഴയിലയിലൊക്കെ പൊതിഞ്ഞ് നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു മീൻ പൊള്ളിച്ചതാണ്. ഇത് റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കഴിച്ചവർക്ക് അറിയാൻ പറ്റും ഇതിൻ്റെ ടേസ്റ്റ് എത്രത്തോളം ഉണ്ടെന്ന്. നല്ല അപാര രുചിയാണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ഈസി ആയിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണെന്ന് കണ്ടു നോക്കിയാലോ. അതിനായിട്ട് ഞാനിവിടെ ഒരു ആവോലിയാണ് എടുത്തിരിക്കുന്നത്. ഏകദേശം ഒരു 400 ഗ്രാമോളം തൂക്കം വരുന്ന ഒരു ആവോലി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം ഇതിൻ്റെ ചിറകും വാലൊക്കെ വെട്ടി മാറ്റിയതിന് ശേഷം നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം. ഇതുപോലെ ഒരു കത്തി വെച്ചിട്ട് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണെങ്കിൽ അതിൻ്റെ പുറത്തെ അഴുക്കൊക്കെ ഒന്ന് പോയി കിട്ടും. അപ്പോൾ ഇതിവിടെ നന്നായിട്ട് തന്നെ ഞാൻ ക്ലീനാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് വരഞ്ഞു കൊടുക്കണം. വരഞ്ഞു കൊടുക്കുമ്പോൾ നല്ല ഷാർപ്പായ കത്തി ഉപയോഗിച്ചിട്ട് കുറച്ച് ആഴത്തിൽ തന്നെ വരഞ്ഞു കൊടുക്കുക. കാരണം വലിയ മീനായതുകൊണ്ട് ഇതിൻ്റെ അകത്ത് ഉപ്പും മുളകൊക്കെ നന്നായിട്ട് പിടിക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ആഴത്തിൽ തന്നെ വരഞ്ഞെടുക്കുക. അതിനുശേഷം നന്നായിട്ട് വീണ്ടും ഒന്ന് കഴുകിയെടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് മസാല തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പാകത്തിനുള്ള ഉപ്പും ഒരു പകുതി ചെറുനാരങ്ങയുടെ നീര് കൂടി ഒഴിച്ചിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ആവശ്യമുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് പേസ്റ്റാക്കി എടുത്തതിന് ശേഷം ഈ ഒരു മീനിൽ നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കണം. ഇതിൻ്റെ ഈ ഒരു വരയിട്ട ഭാഗത്തും അതുപോലെ അകത്തും ഒക്കെ നന്നായിട്ട് മസാല തേച്ച് പിടിപ്പിച്ചതിന് ശേഷം നമുക്ക് മിനിമം 1 മണിക്കൂറെങ്കിലും ഇതിൽ ഉപ്പും മുളകൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം. അപ്പം ഞാനിത് ഫ്രിഡ്ജിലോട്ട് മാറ്റാനേ. 1 മണിക്കൂറിന് ശേഷം ഞാൻ മീൻ ഇവിടെ ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഫ്രൈങ് പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം വലിയ ഫ്രൈങ് പാൻ തന്നെയാണ് വെച്ച് കൊടുത്തത്. ഇതിലോട്ടൊരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ഒരു തണ്ട് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതിലോട്ട് മീൻ വെച്ച് കൊടുക്കണം. അതിനുശേഷം അടച്ചു വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു 4 മിനിറ്റെങ്കിലും നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇത് നന്നായിട്ട് വെന്ത് കിട്ടേണ്ട ആവശ്യമില്ല. കാരണം നമ്മളിത് പിന്നീട് വീണ്ടും വേവിച്ചെടുക്കും. ജസ്റ്റ് 2 വശവും നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് കിട്ടിയാൽ മാത്രം മതി കേട്ടോ. അപ്പോൾ ഒരു ഭാഗം ഒന്ന് ഫ്രൈ ആയി വരുന്ന സമയത്ത് നമുക്ക് 2 തവി ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം. ഇനി മറ്റേ ഭാഗവും ഒരു 3-4 മിനിറ്റ് ഒന്ന് ഫ്രൈ ആയിട്ട് വരട്ടെ. ഇപ്പം നമ്മുടെ മീൻ ഇവിടെ നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ചിട്ട് മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാല തയ്യാറാക്കിയെടുക്കണം. അതിനായിട്ടൊരു കടായി വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതിലോട്ടൊരു 2 ടേബിൾ സ്പൂൺ ഓയിൽ മാത്രമേ ഇപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ. കുറച്ചുകൂടി ആവശ്യമുണ്ട്. അപ്പോൾ നമുക്കത് പിന്നീട് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് 2 സവാള ചോപ്പ് ചെയ്തിട്ട് ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ വഴന്ന് കിട്ടും കേട്ടോ. ഇനി നമ്മൾ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്ന ഓയിൽ ഏതാണെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ മീൻ ഫ്രൈ ചെയ്തതിൽ കുറച്ച് ഓയിൽ ബാലൻസ് ഉണ്ട്. അതാണ് നമ്മൾ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതിലോട്ട് ഏകദേശം ഒരു 3 ടേബിൾ സ്പൂൺ ഓയിൽ ആവശ്യമുണ്ട്. അപ്പോൾ 2 ടേബിൾ സ്പൂൺ നമ്മൾ നേരത്തെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ബാക്കിയുള്ളത് ഇപ്പോൾ മീൻ ഫ്രൈ ചെയ്ത ബാക്കി കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ഒരു പച്ചമുളക് നീളത്തിൽ കട്ട് ചെയ്തതും 3/4 ടേബിൾ സ്പൂൺ വീതം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഒരു തണ്ട് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. അതിനുശേഷം നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളി ഇട്ട് കൊടുക്കണം. ഇതിവിടെ നന്നായിട്ട് തന്നെ വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു തക്കാളി കൂടി കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. വളരെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തതാണ്. ഇനി ഈ തക്കാളിയൊക്കെ നന്നായിട്ട് സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ട് 1 മിനിറ്റ് കൂടി ഇതൊന്ന് അടച്ച് വെച്ചതിന് ശേഷം തക്കാളിയൊക്കെ നമുക്ക് ഈ ഒരു തവി ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുക. അതിനുശേഷം കുറച്ച് മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കണം. ഏകദേശം ഒരു 2 ടീസ്പൂൺ വരെ കാശ്മീരി ചില്ലി പൗഡർ തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത്. 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി,
ഒരു 1/4 ടീസ്പൂൺ വരെ കുരുമുളക് പൊടി, അതുപോലെ ഒരു 1/4 ടീസ്പൂൺ വീതം ഉലുവ വറുത്ത് പൊടിച്ചതും കടുക് വറുത്ത് പൊടിച്ചതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെയൊക്കെ പച്ചമണം മാറാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നത് വരെ നന്നായിട്ട് മീഡിയം ഫ്ലെയിമിലിട്ടിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. അതിനുശേഷം ഞാനൊരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി കുതിർത്തി വെച്ചിട്ടുണ്ടേനു. അപ്പോൾ അതൊന്ന് പിഴിഞ്ഞിട്ട് അതിൻ്റെ വെള്ളം കൂടി നമുക്ക് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുക. പുളി കൂടി പോകണ്ട കേട്ടോ, കുറച്ച് മാത്രം മതി. ശേഷം നന്നായിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം 1 ടേബിൾ സ്പൂണ് വെള്ളം കൂടി ഞാൻ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ ഒരു മസാല നന്നായിട്ട് ഡ്രൈ ആകാൻ പാടില്ല, അതിന് വേണ്ടിയിട്ടാണ് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. അധികം ലൂസാക്കി എടുക്കരുത്. അപ്പോൾ ഈ ഒരു മസാലയിലേക്ക് നമ്മൾ ഇതുവരെ ഉപ്പ് ചേർത്തിട്ടില്ല. ഇതിലോട്ട് പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് മാറ്റി വെക്കാം. മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് എങ്ങനെയാണ് മീൻ പൊള്ളിച്ചത് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ടൊരു വലിയ ഇല ഞാൻ എടുത്തിട്ടുണ്ട്, വാഴ ഇല എടുത്തിട്ടുണ്ട്. അതൊന്ന് വാട്ടിയിട്ടാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലോട്ട് നമ്മൾ തയ്യാറാക്കി വെച്ച മസാലയുടെ ഒരു 1/4 ഭാഗം വരെ വെച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഫ്രൈ ചെയ്തിട്ട് മാറ്റി വെച്ച മീൻ ഇതിൻ്റെ മുകളിൽ പതിയെ വെച്ച് കൊടുക്കുക, പൊട്ടിപ്പോവാതെ വെച്ച് കൊടുക്കുക. ശേഷം ബാക്കിയുള്ള മസാല ഈ ഒരു മീനിനെ കവർ ചെയ്യുന്ന വിധത്തിൽ നന്നായിട്ടൊന്ന് പൊതിഞ്ഞ് കൊടുക്കണം. മുഴുവൻ മസാലയും ഇതിലോട്ട് നമ്മൾ വെച്ച് കൊടുക്കുക. ഈ വാഴയില മടക്കിയെടുക്കുമ്പോൾ പൊട്ടുന്നത് കൊണ്ടാണ് നമ്മൾ ആദ്യം ഒന്ന് വാട്ടിയെടുക്കുന്നത്. ഇനി മുകളിലോട്ട് ഒരു തണ്ട് ഫ്രഷ് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഈ വാഴയില നമുക്കൊന്ന് ചുരുട്ടിയെടുക്കണം. ഞാനിവിടെ വാഴനാര് വെച്ചിട്ട് തന്നെയാണ് ഇത് കെട്ടിക്കൊടുക്കുന്നത്. അപ്പോൾ വാഴനാര് ഇല്ലെങ്കിൽ വേറെ ചെറിയ കയറൊക്കെ വെച്ചിട്ട് ഒന്ന് കെട്ടിക്കൊടുത്താൽ മതി. അപ്പോൾ ഞാനിതൊന്ന് കെട്ടിക്കൊടുക്കുന്ന സമയത്ത് സ്റ്റീമറിൽ വെള്ളം തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടേനു. നമ്മളിത് സ്റ്റീം ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ മീൻ പകുതി വേവായിട്ടുണ്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത്. ഇനി ബാക്കി നമുക്ക് സ്റ്റീം ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. അങ്ങനെ 15 മിനിറ്റിന് ശേഷം ഞാനിവിടെ ഇത് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. നല്ല ചൂടുണ്ട്, എന്നാലും ചെറുതായിട്ടൊന്ന് ചൂട് തണുത്തതിന് ശേഷം ഞാനിതൊരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ വളരെ രുചികരമായിട്ടുള്ള മീൻ പൊള്ളിച്ചെടുത്ത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് തുറന്ന് നോക്കാം. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇനി മീൻ വാങ്ങിക്കുന്ന സമയത്ത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ആവോലി തന്നെ വേണമെന്നൊരു നിർബന്ധമില്ല. ദശക്കട്ടിയുള്ള ഏതൊരു മീൻ വെച്ചിട്ടും നമുക്കിതുപോലെ ചെയ്തെടുക്കാൻ പറ്റും. കുറച്ച് സവാളയും അതുപോലെ തന്നെ ചെറുനാരങ്ങയൊക്കെ വെച്ചിട്ടൊന്ന് ഞാൻ ഗാർണിഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. ചാനൽ പുതുതായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്